അമേരിക്കയിലെ സ്വർണ്ണഖനിയെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അന്നേരം പറഞ്ഞു സമയപരിമിതി മൂലം നമുക്ക് തൽക്കാലം നിർത്താൻ, കുറച്ച് വിശദമായിട്ട് പിന്നീട് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞു. അല്ല, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോളറിൻ്റെ വില ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഡോളറും രൂപയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പോൾ 1947 ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 3.3030 രൂപയായിരുന്നു. 98 ആയപ്പോഴത്തേക്ക് ഒരു ഡോളർ ഏതാണ്ട് 43 രൂപയായി. ഇപ്പോൾ ഡോളറിൻ്റെ വില ഏതാണ്ട് 86.21 അങ്ങനെയൊക്കെ നിൽക്കുന്നു. 86 രൂപയ്ക്ക് കൂടുതലായി. അപ്പോൾ ഡോളറിൻ്റെ വില കൂടി വരുന്നുണ്ട്. ഇന്ത്യൻ കറൻസിയെ INR അനുസരിച്ച് കൂടുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഡോളറിൻ്റെ കാര്യത്തിൽ വലിയ വില കൂടിക്കൊണ്ടിരിക്കും. ഡോളറൊക്കെ 100 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രൂപയുടെ പണം മൂല്യം എന്തുകൊണ്ട് കുറയുന്നു? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയും മോദി ഭരിച്ച് ഇങ്ങനെ ഡോളറിൻ്റെ റേറ്റ് കൂടുന്നു, ഇന്ത്യൻ കറൻസിയുടെ വില കുറയുന്നു ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് തോന്നും. പക്ഷേ അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, ക്രൂഡ്, അല്ലേ, ഇതെല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്യുക. നമുക്ക് വേണ്ടുന്ന മിക്കവാറും സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ആശ്രിത രാജ്യമാണ്. അപ്പോൾ ഇറക്കുമതിയുടെ കാര്യത്തിൽ ലോകത്തുള്ള ഒരു വിനിമയ നാണ്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഡോളറാണ്. എന്ത് സാധനവും ഡോളർ കൊടുത്താണ് വാങ്ങേണ്ടത്. അപ്പോൾ ഡോളറിനെ നമ്മൾ ആശ്രയിക്കുന്നു, ഡോളറിന് ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറക്കുമതിയെ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഇറക്കുമതി ചെയ്യുന്നത്. ഇറക്കുമതിയെ ആശ്രയിക്കുമ്പോഴത്തേക്ക് അത് ഡോളർ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഡോളറിൻ്റെ വില കൂടും. നമ്മൾ എന്തിനും ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും. അതാണ് ഡോളറിന് വില ഇങ്ങനെ കൂടിക്കൊണ്ട് പോകാനുള്ള കാര്യം. അപ്പോൾ ഇതിന് മറികടക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ സ്വാശ്രയത്തിലേക്ക് വരിക. നമ്മൾ തന്നെ നമ്മുടെ സാധനം ഉണ്ടാക്കുക, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ സാധനങ്ങൾ ഉണ്ടാക്കുക, ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇറക്കുമതി കുറയ്ക്കാനും കയറ്റുമതി കൂട്ടാനുമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കൂടണമെങ്കിൽ, ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നെങ്കിൽ നമ്മുടെ ഇറക്കുമതി കുറഞ്ഞ് നമ്മൾ കയറ്റുമതിയിലേക്ക് മാറണം. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം കഴിഞ്ഞൊരു 10 വർഷക്കാലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 100 കണക്കിന് സ്റ്റാർട്ടപ്പ്സ് അത് വരുന്നുണ്ട്, അല്ലേ? ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നു, സർക്കാരിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉൽപ്പാദന മേഖലയെ ത്വരിതപ്പെടുത്താൻ നരേന്ദ്രമോദി സർക്കാർ വളരെ ആസൂത്രിതമായി SME MSC ഒക്കെ ഉണ്ടല്ലോ, ഈ മേഖലയിലൊക്കെ വലിയ ലോണുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടുന്ന മരുന്നുകളാണെങ്കിലും ടെക്സ്റ്റൈൽ ആണെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഉണ്ടാക്കുക. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നത് എന്തിനാണ്? ഈ പറയുന്ന പോലെ ക്രൂഡിൻ്റെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഹൈഡ്രജൻ വാഹനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, പരീക്ഷണത്തിൽ ഓടിച്ചു കഴിഞ്ഞു. അതും നമ്മുടെ പെട്രോളിൻ്റെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഡോളറിൻ്റെ മൂല്യം കൂടുന്നു, നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വില കുറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം നമ്മൾ ഇറക്കുമതി ആശ്രയിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഡോളറിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ പതുക്കെ മാറി വരുന്നുണ്ടല്ലോ, പലയിടത്തും മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഉക്രൈൻ യുദ്ധത്തിന് ശേഷം നമ്മൾ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തി, ഉപരോധം ഏർപ്പെടുത്തി, റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വാങ്ങിയത് ഇന്ത്യൻ കറൻസിയിലാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഡോളർ മാറി. അതുപോലെ ചൈന വാങ്ങിയത് ചൈനീസ് നാണയത്തിൽ യുവാനിലാണ് മറ്റോ മാറ്റിയത്. നമ്മൾ ഇപ്പം ഡോളറിന് പകരം ദിറംസ് കൊടുത്തിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഡോളറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു നീക്കം നമ്മൾ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അമേരിക്ക ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്കയുടെ നിർണായകമായ ശേഷി നഷ്ടപ്പെടും. അവരുടെ പിടി അതിലായതുകൊണ്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഡോളറിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഡോളറിന് ബദലായിട്ട് നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തണമെന്ന് ഓരോ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തെ പല രാജ്യങ്ങളും ഗോൾഡ് നിക്ഷേപം വല്ലാതെ കൂട്ടുന്നത്, സ്വർണ്ണ നിക്ഷേപം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾഡ് സോഴ്സിങ് നടത്തുന്ന കമ്പനികൾ വരെയുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ, നമ്മുടെ ഒരു പ്രേക്ഷകൻ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു പേര് പറയണ്ട. അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു ഗൾഫ് രാജ്യവുമായി അദ്ദേഹത്തിൻ്റെ കമ്പനി എഗ്രിമെൻറ്റ് വെച്ചു. ആ രാജ്യത്തിന് ഗോൾഡ് സോഴ്സ് ചെയ്ത് ഗോൾഡ് എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങൾക്കും സ്വർണം ആഫ്രിക്കയിലും മറ്റോ ആണല്ലോ മൈൻ ചെയ്തെടുക്കുന്നത്. ആ സ്വർണം
സോഴ്സ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ഒരു മലയാളിയുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്, പെരിന്തൽമണ്ണക്കാരനാണ്. ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അത് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം കൂടെ സംബന്ധിച്ചതിന് ശേഷം ഞാൻ വിശദമായി പറയാം. വെളിപ്പെടുത്താൻ തയ്യാറാകും. അദ്ദേഹം പറയുന്നു അത്തരം കാര്യങ്ങൾക്ക് ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗോൾഡ് റിഫൈനറി പല ഭാഗത്തും ഉണ്ട്. UAE ഒരു ഗോൾഡ് റിഫൈനറി വരാൻ പോവാണ്. സ്വർണം പ്യൂരിഫൈ ചെയ്യുന്ന റിഫൈനറി വരാൻ പോവാണ്. അപ്പോൾ രാജ്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും സ്വന്തം കരുതൽ ശേഖരം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ഡോളറിന് പകരം വിദേശ നാണ്യ ശേഖരം എല്ലാവരുടെ ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ എത്ര ഡോളർ ഉണ്ട് എന്നത് കണക്കാക്കിയിട്ടാണ് ഇപ്പൊ അമേരിക്ക ബാങ്ക്രപ്റ്റ് ആണ്. അല്ല, അമേരിക്കയല്ല, പാകിസ്ഥാൻ ബാങ്ക്രപ്റ്റ് ആണ്. പാകിസ്ഥാന്റെ ഡോളർ ഇല്ല. അപ്പോൾ അവരുടെ കരുതൽ ശേഖരമില്ല. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ കരുതൽ ശേഖരമുണ്ട്. ഈ കരുതൽ ശേഖരം എല്ലാ രാജ്യങ്ങളും ഡോളർ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതി മാറ്റിയിട്ട് അത് സ്വർണത്തിലേക്ക് മാറ്റാൻ എല്ലാ രാജ്യങ്ങളും ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് അടിയാവില്ലേ? അമേരിക്കയ്ക്ക് അടിയാവും. അതുകൂടെ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഫോർട്ട് നോക്സ് തുറക്കാൻ ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം അതാണ്. കാരണം ഡോളറിന് ബദലായി ഗോൾഡ് വരുന്നു. ഗോൾഡ് വരുമ്പോഴത്തേക്ക് അമേരിക്കയുടെ പക്കലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡുള്ള 8100 ടൺ ഗോൾഡ് അമേരിക്കയുടെ പക്കലുണ്ട്. 4500 ടൺ ഫോർട്ട് നോക്സിൽ തന്നെയുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കണക്കെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള 822.1 ടണ്ണാണ്. ഇത് നമ്മൾ മുംബൈയിലും നാഗ്പൂരിലുമുള്ള നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ശേഖരത്തിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്ക 8100 ഉള്ളപ്പോൾ നമുക്ക് 822.1 ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്കിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഔൺസിന് ഈ 74 മുതൽ അല്ല 36 മുതൽ നമ്മൾ അമേരിക്ക 1936 ഫോർട്ട് നോക്സ് ഉണ്ടാക്കിയതിന് ശേഷം 37 മുതൽ അവിടെ സ്വർണം നിക്ഷേപിക്കുന്നുണ്ട്. 51 വർഷമായിട്ട് ഇത് തുറന്ന് പരിശോധിച്ചിട്ടില്ല. പക്ഷേ സമീപകാലത്ത് ഒരു 10-12 വർഷം മുമ്പ് അതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തിയിരുന്നു. പക്ഷേ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓരോ സ്വർണ്ണം കട്ടികളും എടുത്ത് തൂക്കി നോക്കിയിട്ട് ഇത്രയുണ്ടോ നോക്കുന്നുള്ള പരിശോധന നടന്നിട്ട് 51 വർഷമായി. റെക്കോർഡ് വെച്ചുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. അല്ലാതെ പറയുന്ന അത്രയും സ്വർണ്ണം ഉണ്ടോ എന്നുള്ള ഒരു ഫിസിക്കൽ പരിശോധന നടന്നിട്ട് 51 വർഷമായി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ അന്ന് സ്വർണം വെക്കുമ്പോൾ 42.22 ഡോളർ വെച്ചിട്ടാണ് ഈ സ്വർണത്തിൻ്റെ വില കണക്കാക്കിയിരിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ ഒരു ഔൺസിന് രാജ്യാന്തര വില 22,950 ഡോളറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അന്നത്തെ വിലയേക്കാൾ 70.23 ഇരട്ടിയാണ്. അതായത് ഇപ്പോൾ അന്ന് 37.5 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഫോർട്ട് നോക്സിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഔൺസിന് 42.22 ഡോളർ വെച്ച് കണക്കാക്കിയാൽ. പക്ഷേ ഇപ്പോഴത്തെ ഔൺസിൻ്റെ വില 2950 ഡോളർ ആയതുകൊണ്ട് ഇപ്പോൾ അത് 70.23 ഇരട്ടി, അതായത് 2631.625 ലക്ഷം കോടിയുടെ സ്വർണം അമേരിക്കയുടെ ഫോർട്ട് നോക്സിലുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ആ കണക്ക് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ വന്നിരുന്നു. അത് നമ്മൾ തിരുത്തി പോവാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിക്ഷേപത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം കരുതലായിട്ട് വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 അമേരിക്കയാണ്, 2ാം സ്ഥാനം ജർമ്മനിയാണ്, 3ാമത് ഇറ്റലിയാണ്, 4 ഫ്രാൻസ്, പിന്നെ റഷ്യ, 5ാമതേ ഉള്ളൂ റഷ്യ കഴിഞ്ഞിട്ടാണ് ചൈന കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് കഴിഞ്ഞാൽ ജപ്പാൻ കഴിഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞ് നെതർലാൻഡ്സ്. ഇതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള 10 രാജ്യങ്ങൾ. നമ്മൾ 9ാം സ്ഥാനത്താണ്. അപ്പോൾ ഇത് സ്വർണത്തിൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്വർണത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോളർ കരുതലായിട്ട് വെക്കുന്നതിന് പകരം സ്വർണം കരുതലായി വെക്കുന്ന ഒരു ടെൻഡൻസി ലോകവ്യാപകമാകുന്നു. ഇങ്ങനെ ഗോൾഡ് സോഴ്സ് ചെയ്യുന്ന കമ്പനികൾ, ഞാൻ പറഞ്ഞ മലയാളിയുടെ കമ്പനി ഉൾപ്പെടെ ലോകത്ത് രാജ്യങ്ങൾക്ക് സ്വർണം മൈനുകളിൽ നിന്ന് ശേഖരിച്ച് ശുചീകരിച്ച് റിഫൈൻ ചെയ്തു കൊടുക്കുന്ന റിഫൈനറികൾ സ്ഥാപിച്ച് കൊടുക്കുന്ന സംരംഭങ്ങൾ ഇന്ന് വ്യാപകമായി നിൽക്കുന്നു. ചൈന ഉൾപ്പെടെ. ചൈന കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചൈന 4ാമത്തെയോ 5ാമത്തെയോ സ്ഥാനത്താണ്. ചൈന 6ാം സ്ഥാനത്താണ്. അപ്പോൾ ചൈനയും ഇപ്പോൾ അമേരിക്കയും തമ്മിലാണല്ലോ സാമ്പത്തികമായി വലിയ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും വലിയ തോതിൽ സ്വർണം കരുതലായിട്ട് ശേഖരിക്കുന്നു. അതിനുവേണ്ടി ഗോൾഡ് സോഴ്സിങ് കമ്പനികളെ ആശ്രയിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയും ചെയ്യുന്നു. റഷ്യ അമേരിക്ക ബായി ആകാൻ പോവുകയാണ്. എന്നാൽ പോലും റഷ്യയ്ക്കും ഞങ്ങളുടെ റൂബിൾ ആവണം ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന നാണ്യമെന്ന് റഷ്യ ആഗ്രഹിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചൈന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും സ്വർണ്ണ നിക്ഷേപം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഡോളറിനെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് സ്വർണത്തിൻ്റെ കണക്ക് ട്രംപ് ഇപ്പോൾ എടുക്കുന്നത്, മസ്ക് ഇപ്പോൾ എടുക്കുന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, കണക്കെടുക്കുമ്പോൾ
സ്വർണത്തിൻ്റെ അളവ് സേഫ് ആണെങ്കിൽ കാര്യമായി ഒന്നും സംഭവിക്കാനില്ല. സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടും. എല്ലാവരും അമേരിക്കയുടെ കയ്യിൽ ഇത്രയും സ്വർണ്ണമുണ്ട്, സ്വർണത്തിലാണ് അമേരിക്ക പിന്നെയും താല്പര്യപ്പെടുന്നത്, സ്വർണ്ണമാണ് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിരതയുടെ അടിത്തറ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ സ്വർണ്ണ വേട്ടയ്ക്ക് വേണ്ടി ഗോൾഡ് റഷ് തുടരും. ഗോൾഡ് റഷ് എന്ന് പറഞ്ഞാൽ വളരെ വിഖ്യാതമായ ഇംഗ്ലീഷിലൊരു പ്രയോഗമാണല്ലോ, അത് തുടരും. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നതും മസ്ക് ആഗ്രഹിക്കുന്നതും എന്ന് മാധ്യമങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, ഫോർട്ട് നോക്സ് തുറക്കുമ്പോൾ ഈ പറയുന്ന 4500 ടൺ സ്വർണം ഫിസിക്കലി അവിടെ ഉണ്ടാവരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 2 ഗുണങ്ങളാണ്. ഒന്ന് പൊളിറ്റിക്കൽ ഗെയിൻ, രാഷ്ട്രീയമായിട്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു സൈനിക താവളത്തിനുള്ളിൽ കൊണ്ടുവച്ചിട്ടും എനിക്ക് മുമ്പുള്ള ഭരണാധികാരികൾ അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. മുൻപുള്ള സർക്കാരുകളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റ് ആണ്. ഡീപ് സ്റ്റേറ്റ് ഈ സ്വർണം ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, അതിന് വലിയ ജനപിന്തുണ ആർജിക്കാൻ പറ്റും. കാരണം മുൻ ഭരണാധികാരികളെ മുഴുവൻ തള്ളിപ്പറയുന്നത് അവരുടെ വീഴ്ചയാണല്ലോ ഇത് തുറക്കാതിരുന്നുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ പാർട്ടിക്കും കിട്ടുന്ന ഒരു വലിയ മൈലേജ് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സ്വർണം ഇല്ലാതെ വരുമ്പോൾ സ്വർണത്തിൻ്റെ വിശ്വാസ്യത തകർന്നു. സ്വർണം സൈനിക താവളത്തിൽ കൊണ്ട് അമേരിക്ക പോലെ ഏറ്റവും കരുത്തുറ്റ ഒരു ഭരണകൂടത്തിൻ്റെ കരുതൽ ശേഖരമായി വെച്ചാൽ പോലും അവിടെ നിന്നും ഇത് നഷ്ടപ്പെടാം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് എന്ത് ഗ്യാരണ്ടി? അമേരിക്കയുടെ ഫോർട്ട് നോക്സിൽ നിന്ന് പോയി. അപ്പോൾ ഇന്ത്യയുടെ RBIയിൽ നാഗ്പൂരിലും മുംബൈയിലും ഇരിക്കുന്ന സ്വർണം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം ജനങ്ങൾ ഭരണകൂടത്തെ വിശ്വസിക്കാതെ വരുന്നു. ഗോൾഡ് എന്ന് പറഞ്ഞ നിക്ഷേപത്തിലുള്ള വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? മറ്റൊരു നിക്ഷേപം ഉണ്ടാവണം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനുവേണ്ടി ട്രംപ് ഡിജിറ്റൽ അസറ്റ് എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന ആളാണ്. ട്രംപിൻ്റെ മനസാക്ഷിയോ അല്ലെങ്കിൽ തലച്ചോറോ എന്നൊക്കെ പറയാവുന്ന മസ്ക് പറയുന്നത് ഇനി വേണ്ടത് ഡിജിറ്റൽ അസറ്റാണ്. കാരണം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ, കള്ളന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ അത് സൂക്ഷിക്കാൻ വലിയ സെക്യൂരിറ്റി ലോക്കറുകൾ വേണ്ട, അതിന് സൈനിക പാറാവ് വേണ്ട. ഇത് ഡിജിറ്റൽ ഇല്ല. അങ്ങനെ സാധനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എവിടെ? ക്രിപ്റ്റോ കറൻസി എവിടെയുണ്ട്? അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ബിറ്റ് കോയിനിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റണം. അത് ട്രംപിൻ്റെയും മസ്കിൻ്റെയും സ്വകാര്യ താല്പര്യമാണ്. പുതിയ സാങ്കേതികവിദ്യ, പുതിയ നാണയ വ്യവസ്ഥ. അപ്പോൾ അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകരാജ്യങ്ങൾ പിന്നാലെ വരും. അല്ല, അപ്പോൾ വേറെ കാര്യം, ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഡോളറിൻ്റെ പണിയുവാണെങ്കിൽ ലോകത്തിലെ മുഴുവൻ ബിറ്റ് കോയിനും എൻ്റെ ആവും. അങ്ങനെ ഒരു തന്ത്രമുണ്ടല്ലേ? ഇപ്പം തന്നെ 2 ലക്ഷം ബിറ്റ് കോയിനുകൾ അമേരിക്കയിലുണ്ട്. ഇനി ബാക്കിയുള്ള നിക്ഷേപം കൂടെ ബിറ്റ് കോയിനിലേക്ക് മാറുമ്പോൾ ബിറ്റ് കോയിൻ്റെ മൊണോപ്പൊളി അമേരിക്കയ്ക്കായി. നിങ്ങൾ അങ്ങനെ ഓരോ രാജ്യത്തിനും ബിറ്റ് കോയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് പർച്ചേസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ പർച്ചേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കുത്തകം അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അമേരിക്കയെ ആശ്രയിച്ചു മാത്രമേ, ഡോളറിനേക്കാളും വലിയ ആശ്രിതത്വം അമേരിക്ക പറയുകയാണ് നാളെ മുതൽ ട്രാൻസാക്ഷൻ മുഴുവൻ ബിറ്റ് കോയിനിലാണെന്ന് പറയുന്നു. ബിറ്റ് കോയിൻ്റെ മോണോപ്പൊളി അമേരിക്കയ്ക്കാണ്. നിങ്ങൾ ബിറ്റ് കോയിൻ അമേരിക്കയുടെ ഇത് മേടിക്കണം. അമേരിക്ക തീരുമാനിക്കും ബിറ്റ് കോയിൻ്റെ വില. അപ്പോൾ ഡോളറിട്ട് നിങ്ങൾ പണിതാൽ, ബ്രിക്സ് ഉണ്ടാക്കിയാൽ, അല്ല യൂറോപ്പ് കറൻസി ഉണ്ടാക്കിയാലും, ഡിജിറ്റൽ അസറ്റ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു സമാന്തര സമ്പദ്ഘടന അല്ലെങ്കിൽ പുതിയ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണോ എന്നുള്ള സംശയം വ്യാപകമാണ്. ഏതായാലും ലോകത്ത് ട്രംപ് നമ്മൾ ഈ പറയുന്ന പോലെ ഗസ പിടിച്ചെടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി. ഇന്നലെ വീഡിയോ വന്നില്ല. ട്രംപും മസ്കും കൂടെ അവിടെ ബീച്ചിലൂടെ നടക്കുന്നു. ട്രംപിൻ്റെ കൂറ്റൻ പ്രതിമ വെക്കുന്നു. അവിടെ മസ്ക് വന്ന് ബീച്ചുകളിലൂടെ ഡോളറുകൾ വാരിയെറിയുന്നു. തകർന്ന ഗസ കാണിച്ചിട്ട് അവിടെ നിന്നൊരു കുട്ടി ഓടിപ്പോവുകയാണ് പുതിയ ഗസയിലേക്ക്. ആ ഗസയുടെ കടൽ തീരം ലോകത്തിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ബീച്ചും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഗസയെ മാറ്റുന്നുള്ള തൻ്റെ മുദ്രാവാക്യത്തിനനുസൃതമായി ഒരു AI ജനറേറ്റഡ് വീഡിയോ ഉണ്ടാക്കി ഇന്നലെ ചെയ്തിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ ചർച്ചയാണത്. അപ്പോൾ അതോടൊപ്പം തന്നെ അത്തരം ഭ്രാന്തനാശയങ്ങൾ മാത്രമല്ല ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെ കീഴ്മേൽ മറിച്ച് ലോക സമ്പദ്ഘടനയെ പുതിയ തരത്തിൽ താൻ വിഭാവനം ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുക എന്നാണ്. എന്താണ് ട്രംപിൻ്റെ ലക്ഷ്യം? അതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ്, ലോകത്തെമ്പാടത്തും ഇടപെടുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പക്കലുള്ള പണം സാധാരണ പണമാണ്. അത് ബിറ്റ് കോയിനിലേക്ക് മാറ്റിയാൽ ഡീപ് സ്റ്റേറ്റിന് നാളെ ഒരു മോണിറ്ററി സപ്പോർട്ടും കൂടി ഇല്ലാണ്ടാവും. അതും ട്രംപ് കാണുന്നുണ്ട്. സാമ്പത്തിക സ്രോതസ് അടയ്ക്കാൻ പറ്റും, അതുകൊണ്ടാവും. അപ്പം USAID ഒക്കെ കട്ട് ചെയ്തതിൻ്റെ ലക്ഷ്യം തന്നെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ലോകത്തെ ആകെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് മാറ്റിമറിക്കാൻ, ഇപ്പോൾ ട്രംപിന് വട്ടാണെന്നൊക്കെ പറയുന്നവർ, ട്രംപിന് വട്ടൊന്നുമല്ല.
ട്രംപ് വളരെ കൃത്യമായി ആലോചിച്ച്, ട്രംപ് എനിക്ക് തോന്നുന്നു ട്രംപ് പ്രസിഡന്റ് ആകാൻ വേണ്ടി സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് പണ്ടേ പ്രഖ്യാപിച്ചു. തോറ്റപ്പോഴേ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെ ജയിച്ചാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി ഹോംവർക്ക് ചെയ്ത് റോഡ് മാപ്പ് ഉണ്ടാക്കി ഓരോ ദിവസവും എന്തു ചെയ്യണമെന്ന് കഴിഞ്ഞ 4 വർഷമോ അല്ലെ അതിനുള്ളിലുള്ള കാലയളവിലോ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ കരുതുന്നത് ലോകത്ത് അമേരിക്കയുടെ ആണവായുധങ്ങളോ അമേരിക്കയുടെ ഹ്യൂജ് ആയിട്ടുള്ള മിലിറ്ററി പവറോ ഒന്നുമല്ല ലോകത്തെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത്. ഈ ഫോർട്ട് നോക്സ് തുറന്നതിന് ശേഷം സ്വർണ്ണ വിപണിയിൽ ഉണ്ടാവുന്ന മാറ്റം, ഡോളറിൻ്റെ കാര്യത്തിലേക്കുള്ള മാറ്റം, ഡിജിറ്റൽ അസറ്റിലേക്ക്, ബിറ്റ് കോയിനിലേക്ക് അമേരിക്ക മാറുമോ എന്നുള്ളതാണ് ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ട്രംപ് പറയുന്ന ഭ്രാന്തൻ ആശയങ്ങൾ, ചിന്തകളൊക്കെ അത് ഭ്രാന്തല്ല, ശരിക്കും അതിബുദ്ധിയാണ്. അതിബുദ്ധിയാണ് തീർച്ചയായും. ട്രംപ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഈ ലോകം മാറണം. അതുകൊണ്ടാണല്ലോ എത്രയോ കാലഘട്ടമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുള്ള ശത്രുതയല്ലേ, ശീതസമരത്തിൻ്റെ പേരിൽ അതിനുശേഷം ലോകത്ത് നടന്ന സൈനിക അധിനിവേശങ്ങളുടെ പേരിൽ എത്രയെത്ര മനുഷ്യർ, $1,000 കോടി ചെലവഴിക്കപ്പെട്ടു അല്ലേ. ഇപ്പോൾ അത് മാറിയിട്ട് അതിനുശേഷവും റഷ്യയായിട്ട് ശീതയുദ്ധം തുടരുകയാണ്. റഷ്യയുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചു പോകാൻ പോകാം. പുടിൻ പറയുന്നു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് സെലൻസ്കി തരുന്നില്ലേ, ഉക്രൈനിൽ തരുന്നില്ലേ മിനറൽസ്, ഞാൻ തരാൻ ട്രംപേ. അങ്ങോട്ട് പറയുകയാണേ, വരൂ റഷ്യയിലേക്ക് വരൂ, റഷ്യയിൽ നിന്ന് തരാം, അമേരിക്കക്ക് മിനറൽസ് ഞാൻ തരാം, യുക്രൈൻ്റെ കുറേ ഭാഗം ഞാൻ പിടിച്ചിട്ടുണ്ട്, അവിടുന്ന് തരാം എന്ന് പറഞ്ഞ് ഓഫർ വെച്ചിട്ട് ട്രംപിനെ വിളിക്കുകയാണ് പുടിൻ. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ജിയോ പൊളിറ്റിക്സ് മാറുകയാണ്. അപ്പോൾ അതിനോ സമാന്തരമായി ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക അടിത്തറയുടെ മാറ്റിമറിക്കാനാണ് ട്രംപ് തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രതീകമായി ഫോർട്ട് നോക്സ് മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.